ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2022-23 വർഷത്തെ ആർദ്ര കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരമാണ് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് ലഭിച്ചത്. 2022-23 വർഷത്തിൽ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനമാണ് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് ലഭിച്ചതെന്ന് ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. സംസ്ഥാനത്ത് 78 നഗരസഭകളിൽ മൂവാറ്റുപുഴ നഗരസഭയെ ആർദ്ര കേരള പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു എന്നുള്ള സന്തോഷകരമായ വർത്തമാനം നഗരവാസികളും നഗരസഭാ കൗൺസിലും ഏറെ ആഹ്ലാദത്തോടെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. മൂവാറ്റുപുഴ നഗരസഭയെ സംബന്ധിച്ച് 3 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും അതുപോലെ ട്രോഫിയും ആർദ്ര കേരളത്തിൻ്റെ സംസ്ഥാനത്തെ മികച്ച നഗരസഭകളിൽ 3ാമത്തെ നഗരസഭയായി മൂവാറ്റുപുഴ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും അഭിമാനമുണ്ട്. 2022-23 കാലഘട്ടത്തിലെ പ്രവർത്തനം വിലയിരുത്തിയാണ് ഗവൺമെൻറ് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രി, അതുപോലെ ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി, നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 ആരോഗ്യ കേന്ദ്രങ്ങൾ, ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ, അതുപോലെ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതികൾ, പാതയോര ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് നഗരസഭയെ ഈ അവാർഡിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പാണ് നഗരസഭയെ അവാർഡിന് അർഹമാക്കിയത്. 2022-23 വർഷം ആരോഗ്യമേഖലയിൽ മാത്രമായി നഗരസഭ 10 കോടിയോളം രൂപ ചെലവഴിച്ചതായും ചെയർമാൻ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ്പ, ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രതിരോധ കുത്തിവയ്പ്, വാർഡ് തല പ്രവർത്തനങ്ങൾ, മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങൾ, നടപ്പിലാക്കിയ നൂതനമായ ആശയങ്ങൾ, പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയാണ് അവാർഡിനായി പരിഗണിച്ചത്. ജില്ലയിൽ ആദ്യമായി വെൽനസ് സെന്റർ ആരംഭിച്ചതും ഇവിടേക്ക് അനുവദിച്ച തുക 100% സംസ്ഥാനത്ത് ആദ്യം ചിലവഴിച്ചതും മൂവാറ്റുപുഴ നഗരസഭയാണ്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി, ഹോമിയോ, ആയുർവേദ ആശുപത്രികൾ, കിഴക്കേക്കര, കുര്യൻമല വെൽനസ് സെന്ററുകൾ വഴിയാണ് ആർദ്ര കേരളം പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയത്. കൗൺസിലർമാരുടെയും സെക്രട്ടറിയുടെയും മറ്റു ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയം കൂടിയാണ് ഈ പുരസ്കാരമെന്ന് ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഈ അവാർഡിലേക്ക് നടുന്നെടുക്കാൻ നഗരസഭയെ പ്രാപ്തരാക്കിയത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗ ജീവനക്കാരുണ്ട്, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, ചെയർമാനുണ്ട്, നഗരസഭാ സെക്രട്ടറി ഉണ്ട്, നഗരസഭയിലെ മുഴുവൻ കണ്ടിജന്റ് ജീവനക്കാരുൾപ്പെടെ നഗരസഭയിലെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം നഗരസഭ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വരും വർഷങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നഗരസഭകളിലൊന്നായി മൂവാറ്റുപുഴയെ മാറ്റാനുള്ള പ്രവർത്തനത്തിനുകൂടി ഈ പ്രോത്സാഹനം ഒരു പ്രചോദനമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നമസ്കാരം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.